വണ്ടിയുടെ വലിപ്പം നോക്കിയിട്ടല്ല ഏത് വണ്ടിയാണെങ്കിലും നമ്മൾ ഫുൾ ടാങ്ക് ഇന്ധനം കൊടുക്കുന്നതായിരിക്കും. ഇത് നമുക്ക് ഫുൾ ലോണിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. സീറോ ഡൗൺ പേയ്മെന്റിൽ ചെയ്ത് കൊടുക്കാം. GXL ഓട്ടോമാറ്റിക് വരുന്ന വണ്ടിയാണ്. 360 ക്യാമറ അഡീഷണൽ ചെയ്തിട്ടുണ്ട്, സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഈ റേഞ്ചിൽ എന്തായാലും വാഗണർ കിട്ടില്ല, അത് 100% എനിക്ക് ഉറപ്പാണ്. 95,000 കൊടുക്കാൻ പറ്റും. 2015 സിംഗിൾ ഓണർ, 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ മേജർ ഇഷ്യൂസ് ഒന്നുമില്ല, റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊന്നുമില്ല, നല്ല വണ്ടിയാണ്. 2017 മോഡല് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷനിൽ വീല് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ വർക്ക് എല്ലാം കഴിഞ്ഞിട്ടേക്കണ വണ്ടിയാണ്. 7,60,000 രൂപ കൊണ്ട് കൊടുക്കാം. റെഡ് എഡിഷൻ ആണ്. അലോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അഡീഷണലി ആൻഡ്രോയിഡ് സീറ്റ് ഹവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് VXI എന്ന വേരിയന്റ് ആണ്. 60,000 കിലോമീറ്റർ ആയി ഓടിയിട്ടുള്ളൂ. 33,000 കിലോമീറ്റർ ഓടിക്കണ വണ്ടി. നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി അരുൺ. ഞാനിപ്പോൾ ഉള്ളത് SA കാഴ്സിലാണ്, എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിൽ, മെട്രോ പില്ലർ നമ്പർ 257 തൊട്ടടുത്ത്. അപ്പോൾ ഇവർക്ക് 2 ഷോറൂം ഉണ്ട്. ഇതിന്റെ ഈ ഷോറൂമാണ് ആ ഷോറൂമാണ് ആദ്യം തുടങ്ങിയത്. 2018 ഇത് 1 വർഷം കഴിഞ്ഞപ്പോൾ 2019 അവിടെ. അപ്പോൾ രണ്ടാമത്തെ ഷോറൂമിന്റെ വീഡിയോ നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ട്, അത് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഷോറൂമിന്റെ വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. അവിടുത്തെ നമ്മുടെ അഫ്സലിക്ക നമ്മുടെ കൂടെ ഉണ്ട്. ഇവിടെ 99,000 മുതൽ 21 ലക്ഷം രൂപ വരെയുള്ള വണ്ടികളുണ്ട്. നിലവിൽ കിടപ്പുണ്ട്. അപ്പോൾ പിന്നെ പറയാനുള്ളത് ഫുൾ ടാങ്ക് ഫ്യൂവല് കുറെ നാളായിട്ട് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അത് ഈ മാസം മെയ് 2026 മെയ് 31 വരെ നമ്മൾ നീട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് വെച്ചിട്ട് നമ്മളൊരു പഞ്ച് കൊടുത്തതിന് നമ്മൾ ഫുൾ ടാങ്ക് ഫ്യൂവൽ അടിച്ചു കൊടുക്കുകയും ചെയ്തായിരുന്നു. പാർസൽ മാത്രമല്ല നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഡേറ്റ് കഴിഞ്ഞായിരുന്നു. പ്രത്യേകിച്ച് അത് പറയാൻ കാരണം ഡേറ്റ് കഴിഞ്ഞിട്ടും കസ്റ്റമർ ചോദിച്ചിട്ട് ഞാൻ ചെയ്ത് കൊടുത്തു. അതാണ്. ബാക്കി വണ്ടികളിൽ നമ്മൾ പറയുന്നത് അവരെന്തായാലും മേടിച്ചിട്ടാ പോവുള്ളൂ. അതെ, അപ്പോൾ അത് നിങ്ങൾ നോട്ടീസ് ചെയ്യണം. അപ്പോൾ വണ്ടിയുടെ വലിപ്പം നോക്കിയിട്ടല്ല ഏത് വണ്ടിയാണെങ്കിലും നമ്മൾ ഫുൾ ടാങ്ക് ഇന്ധനം കൊടുക്കുന്നതായിരിക്കും. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഇടയിൽ പറയുന്നതായിരിക്കും. നമുക്ക് ആദ്യം ഇവിടുന്ന് തന്നെ തുടങ്ങാം. Volkswagen ടൈഗൂൺ 1 വർഷം പഴക്കമുള്ളൂ. 2025, 1 വർഷം ആയിട്ടില്ല. 2025 മോഡല് ടൈഗൂൺ ഹൈലൈൻ മാനുവൽ, 30,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. TSI പെട്രോൾ ആണ്. TSI പെട്രോൾ 1 ലിറ്റർ TSI പെട്രോൾ. ഡാഷ് ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1 വർഷം പഴക്കമുള്ളൂ. കമ്പനി അണ്ടർ വാറണ്ടിയിൽ 4 വർഷം വരെ വാറണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 29 വരെ വാറണ്ടി ഉണ്ട്. അപ്പോ കിലോമീറ്റർ എത്രയാന്ന് പറഞ്ഞാൽ 30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ടയർ 4 മാറിയിട്ടുണ്ട്. ഫ്രഷ് ടയർ തന്നെയാണ്, പുത്തൻ ടയർ തന്നെ കിടക്കുന്നത്. സിംഗിൾ ഓൺഷിപ്പിലേക്കുന്ന ജെന്യൂൻ വണ്ടി ഹൈലൈൻ ആയിരുന്നു, മാനുവല്. കസ്റ്റമർക്ക് അന്ന് എടുത്തപ്പോ 16 ലക്ഷം രൂപ റേഞ്ച് വന്ന വണ്ടിയാണ്. ഇപ്പൊ നമ്മള് 10,4 രൂപ ചോദിക്കണം. എന്തെങ്കിലും ചെയ്ത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് തരുന്നതായിരിക്കും. 10,25,000 രൂപ 25 ചോദിക്കുന്ന വില. ഇതിന് എന്ത് ഡൗൺ പേയ്മെന്റ് അടക്കേണ്ടി വരും? ഇത് നമുക്ക് ഫുൾ ലോണിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. സീറോ ഡൗൺ പേയ്മെന്റിൽ ചെയ്ത് കൊടുക്കാം. കസ്റ്റമർക്ക് പ്രൊഫൈൽ ഉണ്ടാവണം. നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കി. സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം എന്നാണ് പ്രൊഫൈലിൽ ഉദ്ദേശിച്ചത്. 750 വേണ്ടേ? വേണ്ടി വരും. 750 സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം. അപ്പോൾ 700+ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഫുൾ ലോണും കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 750 തികച്ചിട്ട് വരികയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നേരെ നമ്മൾ അടുത്ത വണ്ടിയിലേക്ക് പോവാണ്. നമ്മുടെ കയ്യിലുള്ളതിൽ ഏറ്റവും കൂടിയ വണ്ടി, ഏറ്റവും കുറഞ്ഞ വണ്ടി നമ്മൾ ലാസ്റ്റ് കാണിക്കുന്നത്. ഇത് വരുന്നത് ഇന്നോവ ക്രിസ്റ്റ 2021 മോഡല്, 69,000 കിലോമീറ്റർ, സെക്കൻഡ് ഓൺഷിപ്പിൽ നിൽക്കുന്ന G4 ഓട്ടോമാറ്റിക്, GXL ഓട്ടോമാറ്റിക് വരുന്ന വണ്ടിയാണ്. 360 ക്യാമറ അഡീഷണൽ ചെയ്തിട്ടുണ്ട്, സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡയമണ്ട് കട്ട് അലോയ്സ് ഒക്കെ കമ്പനി തന്നെ ഇൻബിൽഡ് വരുന്നുണ്ട് വണ്ടിയിൽ. വണ്ടി നീറ്റ് കണ്ടീഷൻ വണ്ടി. 69,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതാണ് ഹൈലൈറ്റ്. ഓട്ടോമാറ്റിക്കിൽ നിൽക്കുന്ന വണ്ടി. ഫൈനൽ നമുക്ക് 21 ലക്ഷം രൂപ വണ്ടി കൊടുക്കാം. 21 ലക്ഷം രൂപയ്ക്കാണ് വണ്ടി കൊടുക്കുന്നത്. ഇതിനകത്ത് ഫുൾ ടാങ്ക് ഇന്ധനം നിങ്ങൾ ചെയ്ത് കൊടുക്കും. ഇതിനൊരു 1 ലക്ഷം അടക്കേണ്ടി വരും? 1 ലക്ഷം അല്ല, ഇതിന് നമുക്ക് കൂടുതൽ വേണ്ടി വരും. ടൊയോട്ടയുടെ വണ്ടികൾക്ക് നമുക്ക് ഒരു 3 to 5 lakhs എന്തായാലും ഡൗൺ പേയ്മെന്റ് വേണ്ടി വരും. 18 lakhs നമ്മൾ ലോൺ പറയുള്ളൂ, അത്രയും പറയുള്ളൂ. ടൊയോട്ട മാരുതിയുടെ വണ്ടിക്ക് നമുക്ക് ഒരിക്കലും ഫുൾ ലോൺ കയറില്ല. അതർ വണ്ടികൾക്കാണ് നമ്മൾ ഫുൾ ലോൺ പറയുള്ളൂ. അടുത്തൊരു സ്റ്റിംഗ്ര വരുന്നത് 2017 വാഗണർ VXI പ്ലസ്, 99,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. നമുക്കിത് 2,90,000 രൂപ ഫൈനൽ കൊടുക്കാം. 290. ഓഫർ റേറ്റിൽ ഇട്ടേക്കുന്നതാണ്. ബോണറ്റ് റീപ്ലേസ്മെന്റ് വണ്ടിയുടെ അതും പറഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ കിലോമീറ്ററും 99 റീപ്ലേസ് ചെയ്തേക്കണം. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വണ്ടിയാണ്. അലോയ് വീൽസ് കാര്യങ്ങളുണ്ട്, ടയർ കണ്ടീഷൻ ഉണ്ട്, കാര്യങ്ങളുണ്ട്. കാര്യം ഈ റേഞ്ചിൽ എന്തായാലും വാഗണർ കിട്ടില്ല, അത് 100% എനിക്ക് ഉറപ്പാണ്. 3,4 രൂപ മേളിൽ എന്തായാലും മാർക്കറ്റ് ഉണ്ട്. 3,500 രൂപ 3,4 രൂപ വണ്ടിക്ക് മാർക്കറ്റ് ഉള്ളതാണ്. റീപ്ലേസ്മെന്റ് ഉള്ളതും കിലോമീറ്ററും എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റിംഗ്രേക്കും പൊതുവെ മാർക്കറ്റ് ഇച്ചിരി കുറവ് വ്യത്യാസം കാണിക്കും. വാഗണർ ഇത് അവർ അന്ന് ഇറക്കിയേക്കണതിൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. VXI പ്ലസ് ആണ് സ്റ്റിംഗ്രയിൽ പറഞ്ഞ് ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് 2,90,000 രൂപ വണ്ടി ഫൈനൽ ലോൺ കൊടുക്കാൻ പറ്റും.
അപ്പോൾ ഇതിൽ ഫിനാൻസ് വീഴുമല്ലോ? ഫിനാൻസ് വീഴും, നമുക്കിത് ഫുൾ ഓണിൽ കൊടുക്കാൻ പറ്റും. മാർക്കറ്റ് ഉണ്ട് വണ്ടിക്ക്, അതുകൊണ്ടാണ് ഫുൾ ഓണിൽ ചെയ്യാൻ പറ്റുന്നത്. പെട്രോൾ ആണ്, പെട്രോൾ മാനുവൽ. നമുക്ക് അങ്ങനെ പോകണോ? അടുത്ത് വരുമ്പോൾ നമുക്ക് അമേസ് വരുന്നുണ്ട്. അമേസ് വരുന്നത് നമുക്ക് 2,95,000 കൊടുക്കാൻ പറ്റും. 295. 2015 സിംഗിൾ ഓണർ, 1,00,000 കിലോമീറ്റർ. പെട്രോൾ ഡീസലോ? പെട്രോൾ മാനുവൽ. ഏകദേശം 80,000 കിലോമീറ്റർ വരെ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. 1,00,000 ചില്ലാനും കിലോമീറ്ററിൽ ഇപ്പൊ കിടക്കുന്ന ക്ലീൻ വണ്ടിയാണ്. 2,90,000 രൂപയ്ക്ക് നമുക്ക് വണ്ടി ഫൈനൽ കൊടുക്കാൻ പറ്റും. അടുത്തത് വരുന്നത് നമ്മുടെ ഓട്ടോമാറ്റിക് സെഗ്മെന്റ് 2012 സ്റ്റാർട്ടിംഗ് റേഞ്ച് ആയിട്ട് തന്നെ പറയാം. ഞാൻ ഓട്ടോമാറ്റിക് കൂടി പറഞ്ഞുകൊണ്ട് നമുക്കത് കാണിക്കാം. അതിൽ കഴിഞ്ഞാൽ പിന്നെ ഇത് വരുന്നത് 2,40,000 രൂപ. 2,40,000 ഐട്ടൺ ഓട്ടോമാറ്റിക് 2012 വണ്ടി. സെക്കൻഡ് ഓണർ 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ മേജർ ഇഷ്യൂസ് ഒന്നുമില്ല, റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടിയാണ്, വണ്ടിയാണ്. കാര്യം ഓട്ടോമാറ്റിക്കലി ഈ സെഗ്മെന്റിൽ വണ്ടി കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. 12 ഫിനാൻസ് കയറില്ല, റെഡി ക്യാഷ് നമുക്ക് 13 തൊട്ടാണ്. 14 തൊട്ട് പറഞ്ഞാൽ മതി. കാര്യം 14 തൊട്ട് കയറിയാലാണ് കസ്റ്റമർക്ക് എന്തെങ്കിലും 13 ചെയ്യാൻ പറ്റും. 13 ചെയ്യാൻ പറ്റും. നമുക്ക് 28 തീർക്കേണ്ടി വരും. 2 വർഷമൊക്കെ കിട്ടുള്ളൂ. അത് EMI എമൗണ്ട് കൂടുതലായിരിക്കും. അപ്പൊ 14 തൊട്ടാണ് നിങ്ങൾക്ക് ഒരു 3 വർഷം കിട്ടും. 3 വർഷം 4 വർഷം ഒക്കെ ചെയ്ത് കൊടുക്കാം. അടുത്തത് അമേസ്. അമേസ് വരുന്നത് ഓട്ടോമാറ്റിക് അമേസ് അല്ല, ഇത് വരുന്നത് ബ്രിയോ. ഹോണ്ട ബ്രിയോ. അമേസ് എടുക്കുന്നതാണ്. ഹോണ്ട ബ്രിയോ വരുന്നത് 2017 മോഡല്, ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷനില്, വീല് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. VXL ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് ആയി. 2017 വണ്ടി. 4,60,000 രൂപ വണ്ടി കൊടുക്കാം. 460,000. നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 50 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഈ വണ്ടിയും നമുക്ക് ഇറക്കി വിടാം. ബ്രിയോ ഓട്ടോമാറ്റിക് കൂടുതലും ലേഡീസ് പ്രിഫർ ചെയ്യുന്ന ഒരു വണ്ടിയാണ്. ഐട്ടൺ ഓട്ടോമാറ്റിക് ആണെങ്കിലും കൂടുതലും ലേഡീസ് പ്രിഫർ ചെയ്യുന്ന വണ്ടിയാണ്. എന്തായാലും വേരിയന്റ് ടോപ്പ് വേരിയന്റ് ആണ്. ഫീച്ചേഴ്സ് എല്ലാം തന്നെ വരുന്നുണ്ട്. അലോയ് വീൽസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അടുത്തത് ആസ്പെയർ വരുന്നത് 2019 മോഡലാണ്. സെക്കൻഡ് ഓൺഷിപ്പിൽ നിൽക്കുന്നു. 60,000 കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടി. നമുക്ക് 3,60,000 രൂപ കൊടുക്കാൻ പറ്റും. ഇതും ഏകദേശം 50,000 രൂപ ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കി വിടാവുന്ന വണ്ടിയാണ്. ഇഷ്യൂസ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. അപ്പൊ നിലവിൽ മെക്കാനിക്കൽ സൈഡ് എല്ലാം ക്ലിയർ ആണല്ലേ? മെക്കാനിക് സൈഡ് എല്ലാം നീറ്റ് ആണ്. വണ്ടി വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് 50,000 ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കി വിടാവുന്ന പെട്രോൾ. ഡീസൽ വണ്ടി ഇപ്പൊ വളരെ കുറവാണ് നമ്മുടെ കയ്യിൽ. 1-2 ഡീസൽ വണ്ടി കിടപ്പുള്ളൂ. ഒന്ന് ക്രിസ്റ്റ എടുക്കുന്നത് ഡീസലാണ്. പിന്നെ ഒരു എത്തിയോസ് ഡീസൽ എടുപ്പുണ്ട്. പിന്നെ ഒരു ടെറാനോ ഡീസൽ എടുപ്പുണ്ട്. അങ്ങനത്തെ വണ്ടികളാണ് ഡീസൽ. ബാക്കി എല്ലാം പെട്രോൾ വണ്ടിയാണ്. അടുത്ത ഫിഗോ വരുന്നത് 2016 മോഡല് ട്രെൻഡ് പ്ലസ് എന്ന വണ്ടിയാണ് വരുന്നത്. തേർഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ആ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. 2,95,000 രൂപ. 295. ഇത് വരുന്നത് 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് തേർഡ്. അത് മാത്രമാണ് ചെറിയ പ്രശ്നം വന്നുള്ളൂ. വേറെ ഇഷ്യൂസും കാര്യം അത് തേർഡ് ഓണർ ഇപ്പൊ എന്തായാലും പുറത്തോട്ട് പോകണോണ്ട് കൊടുക്കുന്നതാണ്. ആ കസ്റ്റമർ എനിക്ക് അറിയാം. ബാക്കി 2 കസ്റ്റമർ എനിക്ക് അറിയാൻ പാടില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അടുത്ത വരുന്നത് നിസാൻ മാഗ്നൈറ്റ് CVT ആണ് വരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു. അത് അന്ന് പെയിന്റിംഗ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് 2-3 കസ്റ്റമേഴ്സ് വന്ന് കണ്ടായിരുന്നു. അപ്പൊ ടച്ചപ്പും കാര്യങ്ങളും കണ്ടുകൊണ്ട് അങ്ങനെ പോയതാണ്. ഇപ്പൊ നമ്മൾ വർക്ക് എല്ലാം കഴിഞ്ഞിട്ടേക്കണ വണ്ടിയാണ്. 7,60,000 രൂപ നമുക്ക് വണ്ടി കൊടുക്കാം. റെഡ് എഡിഷൻ ആണ്. ഏറ്റവും ഫുൾ ഓട് വണ്ടിയാണ്. പുഷ് ബട്ടനും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ഇത് വരുന്നത് 30,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ ആണ്. സിംഗിൾ ഓൺഷിപ്പിലേക്ക് വന്ന വണ്ടി. അത് അണ്ടർ വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടിയാണ്. 2023 വണ്ടി 28 വരെ വാറണ്ടി പെട്രോൾ വണ്ടിയാണ്. അതെല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാം ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തിട്ടേക്കണം വണ്ടി. അടുത്ത ടെറാനോ വരുന്നത് 2014 മോഡലാണ്. ഇത് വരുന്നത് നമുക്ക് സെക്കൻഡ് ഓൺഷിപ്പിൽ 98,000 കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടിയാണ്. ഇത് നമുക്ക് ഫൈനൽ 3,80,000 രൂപ കൊടുക്കാം. കസ്റ്റമർ വണ്ടിയാണ്. ഈ സെയിം വണ്ടി തന്നെ നമ്മുടെ കയ്യിൽ ഒരെണ്ണം പുറത്തെടുപ്പുണ്ട്. 2014 തന്നെ ഡീസൽ. രണ്ടും ഡീസലാണ്. സിംഗിൾ ഓൺഷിപ്പിൽ 1,13 വണ്ടിയും കിടപ്പുണ്ട്. അതും നമുക്ക് ഈ പറഞ്ഞ 3,75,000 രൂപ കൊടുക്കാൻ പറ്റും. ഇത് 3,80,000 രൂപ. രണ്ട് കസ്റ്റമർ ആയതുകൊണ്ടാണ് പ്രൈസ് വ്യത്യാസം. ഇത് സെക്കൻഡ് ഓണർ ആണ്. അത് സിംഗിൾ ഓണർ ആണ്. കിലോമീറ്റർ അത് 1,13 ഓടിയിട്ടുണ്ട്. ഇത് 98 ഓടിയിട്ടുണ്ട്. സെയിം കളർ തന്നെ. ഇത് KL7 CB ആണ്. അത് KL7 BZ ആണ്. ഇത് ടോപ്പ് എൻഡ് അലോയ് കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നത് സെയിം തന്നെ. ക്രെറ്റ വരുന്നത് 2017 മോഡല് E+ പെട്രോൾ ആണ്. ബേസ് മോഡൽ വണ്ടിയാണ്. ഇത് നമുക്ക് 6,00,000 രൂപ ഫൈനൽ കൊടുക്കാം. അലോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എത്ര ഓടിയുണ്ട്? 60,000 കിലോമീറ്റർ. പെട്രോൾ വണ്ടി. നീറ്റ് വണ്ടിയാ. വണ്ടി റീപ്ലേസ്മെന്റ്സും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ 6,500,000 രൂപ. അതിനകത്ത് ഈ പറഞ്ഞ പോലെ 50 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്നതാണ്. അടുത്തത് റിനോൾട്ടിന്റെ കൈകൾ വരുന്നത് 2021 മോഡല് ബേസ് മോഡൽ വണ്ടിയാണ്. അഡീഷണലി ആൻഡ്രോയിഡ് സീറ്റ് ഹവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്.
2021 മോഡൽ വണ്ടി. ഇത് നമുക്ക് വരുന്നത് 4 ലക്ഷം രൂപ ഫൈനൽ കൊടുക്കാം. 4 ലക്ഷം രൂപയ്ക്ക് ഫൈനൽ. 2023 ഓണർഷിപ്പ് ഏതാ നടക്കുന്നത്? ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർ. ഇതിന്റെ ഫ്രണ്ട് ഗ്ലാസ് മാത്രമേ റീപ്ലേസ് ഉണ്ട്. അത് ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും അല്ല. ആലപ്പുഴ ബൈപ്പാസിൽ വർക്ക് നടക്കുന്ന സമയത്ത് മേളിൽ നിന്ന് വീണതാണ്. കല്ല് വീണ് പൊട്ടിയതാണ്. ഉള്ള കാര്യം അറിയാവുന്നത് നമ്മൾ അറിയാവുന്ന പോലെ തന്നെ പറഞ്ഞു. കസ്റ്റമർക്ക് ടെൻഷൻ ആയിരിക്കും. റീപ്ലേസ്മെന്റ് ഈ വിൻഷീൽഡ് മാത്രം റീപ്ലേസ്മെന്റ് ഉണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. വില എത്ര പറഞ്ഞേ? 4 ലക്ഷം. 4 ലക്ഷം രൂപയാണ് ഫൈനൽ കൊടുക്കാം. അടുത്ത ഡിസയർ വരുന്നത് 2012 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, VXI എന്ന വേരിയന്റ് ആണ്. 60,000 കിലോമീറ്റർ ആയി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. 3 ലക്ഷം രൂപ ഫൈനൽ കൊടുക്കാം. 3 ലക്ഷം രൂപയ്ക്കാണ് പെട്രോൾ വണ്ടി. 2012 ഡിസയർ VXI. ഈ റേഞ്ചിൽ കിലോമീറ്റർ കുറഞ്ഞ സ്വിഫ്റ്റ് ഡിസയർ വളരെ കുറവാണ്. ലോ കിലോമീറ്റർ ആണ്. അതും സിംഗിൾ ഓണർഷിപ്പ് ആണ്. വക്കീലിന്റെ സ്റ്റിക്കർ ഒക്കെ ഉണ്ട്, വെറുതെ കാണിച്ചെന്നുള്ളൂ. അടുത്ത സെലേറിയോ ഇത് വരുന്നത് ഓട്ടോമാറ്റിക് ആണ്. 4,10 നമുക്ക് ഫൈനൽ കൊടുക്കാം. 2018 സെക്കൻഡ് ഓണർ, 33,000 കിലോമീറ്റർ ഓടിക്കണം വണ്ടി. നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. ഓണർഷിപ്പ് സെക്കൻഡ് ആയിരുന്നുള്ളൂ. ലോ കിലോമീറ്റർ ആണ്. 4,10,000 രൂപ സെലറി ഓട്ടോമാറ്റിക്. ഈ പറഞ്ഞ പോലെ 50,000 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വണ്ടി ഇറക്കി വിടാൻ പറ്റും. നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട്, പെൻ ക്വാളിറ്റി ഉണ്ട്, എല്ലാം നല്ല വണ്ടിയാണ്. ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് വണ്ടിയാണ്. നമ്മൾ വാഷിംഗ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരു പോളിഷിംഗ് പോലും വണ്ടി ചെയ്തിട്ടില്ല. ഒന്നുകൂടി വാഷ് ചെയ്താൽ കുറച്ചുകൂടി അപ്പിയറൻസ് കിട്ടും. അപ്പൊ അടുത്ത് കിടക്കുന്ന 2 കുഞ്ഞു വണ്ടികള് ഇതാണ്. ഇനിയിപ്പോ നമ്മുടെ ഈ കിടക്കുന്നതിൽ ഓട്ടോമാറ്റിക്കിൽ ഏറ്റവും കുറവ് വണ്ടിയാണ്. 2015 മോഡല് നാനോ ഓട്ടോമാറ്റിക്, 60,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. ഇത് വരുന്നത് നമുക്ക് ഫൈനലി 1.5 ലക്ഷം രൂപ വണ്ടി കൊടുക്കാൻ പറ്റും. 1.5 ലക്ഷം രൂപ. ഇതിന്റെയും ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. പാർക്കിംഗിൽ ഇട്ടിട്ട് ഒരു ടീച്ചർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയാണ്. ലേഡി യൂസ്ഡ് ആണ്. ആ പാർക്കിംഗിൽ ഇട്ടപ്പോൾ എന്തോ വീണിട്ട് അങ്ങനെ ഇതായതാണ്. അത് റീപ്ലേസ്മെന്റ് വന്നിട്ടുണ്ട്. അടുത്തത് വരുന്നത് ഇതിനൊന്നും ഫിനാൻസ് കിട്ടൂല. റെഡി ക്യാഷ് മാത്രമേ നടക്കുള്ളൂ. അതായത് നാനോയ്ക്ക്. അടുത്തത് വീണ്ടും വരുന്നത് നാനോ ആണ് വരുന്നത്. അത് മാനുവൽ ആണ്. നമ്മുടെ കയ്യിലുള്ളതിൽ ഏറ്റവും കുറഞ്ഞ വണ്ടിയാണ്. 99,000 രൂപയുടെ വണ്ടിയാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ വണ്ടി. 2014 മോഡല്, ഓണർഷിപ്പ് 4ാമത്തെ ആയിട്ടുണ്ട്. അതാണ് ഒരു നെഗറ്റീവ് ഉള്ളൂ. ബാക്കി അലോയ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നീറ്റ് വണ്ടിയാണ്. മാനുവൽ ആണ്. കാണാൻ ലുക്ക് ഉണ്ട്. എന്തായാലും വെർത്താണ് അവർക്ക് അത് മേടിച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നുള്ളവർക്ക് ഓക്കെയാണ്. ഈ ഒരു വിലക്ക് ഈ മോഡൽ വണ്ടി കിട്ടാൻ ചാൻസ് കുറവാണ്. നാനോ കിട്ടും, നമുക്ക് 40-50 രൂപ കിട്ടും. നമുക്ക് ക്വാളിറ്റിയും എല്ലാം ബേസ് ചെയ്തിട്ട്. ഇത് 2014 ആണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരുന്ന വണ്ടിയാണ്. ആ മോഡൽ വണ്ടികൾ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ്. ഇത് ഡിക്കി ഓപ്പൺ അല്ല. നമ്മുടെ ഓട്ടോമാറ്റിക് വരുമ്പോൾ ഡിക്കി ഓപ്പൺ ആണ്. അതായത് 15-14 തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പൊ ഇനി ഏതൊക്കെ വണ്ടികളാണ് നമുക്ക്? ഇനിയിപ്പോ നമുക്കിടയിൽ എത്തിയോസ് ഡീസൽ ഒരെണ്ണം കിടപ്പുണ്ട്. 2015 മോഡല്, 1,80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതല്ലേ വണ്ടി? സെക്കൻഡ് ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. ടെസ്റ്റ് വരുന്നത് നവംബറിൽ ടെസ്റ്റ് വരുന്ന വണ്ടിയാണ്. നമുക്കിത് ഫൈനല് 2,60,000 രൂപ വണ്ടി കൊടുക്കാം. 2,60,000. ലോണും കാര്യങ്ങളൊന്നും കിട്ടില്ല. 11,000 ഫിനാൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. 2,60,000 ഫൈനൽ നമുക്ക് വണ്ടി കൊടുക്കാം. 1.80 സെക്കൻഡ് ഓണർ. നല്ല വണ്ടിയാണ്. ക്ലീൻ പീസ് വണ്ടിയാണ്. ടെസ്റ്റ് വരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ടെസ്റ്റിന് 20,000 25,000 രൂപ നമ്മൾ കണ്ടുകഴിഞ്ഞാൽ ബാക്കി എല്ലാം കൊണ്ട് ഓക്കെയാണ്. അടുത്തത് നമുക്ക് ടെറാനോ, ഞാൻ പറഞ്ഞത് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി, 1.13 വണ്ടി കിടപ്പുണ്ടെന്ന് പറഞ്ഞ സെയിം കളർ. ആ വണ്ടിയാണിത്. ഇത് വരുന്നത് 2014 തന്നെ. സിംഗിൾ ഓണർഷിപ്പ്, 1.13 വണ്ടി. 1.13 വണ്ടി. 3,70,000 രൂപ വണ്ടി കൊടുക്കാം. 3.25 അതിന് പറയുന്ന വില. ഫിനാൻസ് ചെയ്യാമല്ലോ? ഫിനാൻസ് ചെയ്യാം. നമുക്ക് ഇതിനകത്ത് ഒരു 3 ലക്ഷം രൂപ ഫിനാൻസ് ഇട്ട് കൊടുക്കാം. 3 ലക്ഷം രൂപ ഫിനാൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നട റോഡിൽ നിന്ന് ഷോറൂമിലേക്ക് തന്നെ കയറാം അല്ലേ? വണ്ടി കൂടുതലാണ്, അതുകൊണ്ടാണ് അവിടെയൊക്കെ മാറ്റിയിട്ടേക്കാണ്. ഷോറൂമിലെ സ്ഥലപരിമിതി കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ വരിക, വണ്ടി നോക്കുക, വിലയിലൊക്കെ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ വിലയിൽ നെഗോസിയേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് വരാം. നേരിട്ട് വന്ന് നമ്മൾ വണ്ടി കണ്ട് സംസാരിക്കുന്ന പോലെ വിളിച്ചിട്ട് ലാസ്റ്റ് റേറ്റ് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. എല്ലാവരും വിളിച്ച് ചോദിക്കും. കമന്റ് ഇടാറുണ്ട്, ഇതാ വിലക്ക് തരുമോ, ഈ വിലക്ക് തരുമോ. കമന്റ് ഇട്ടിട്ട് യാതൊരു കാര്യമില്ല. കമന്റിൽ കൂടി നെഗോസിയേഷൻ നടക്കില്ല. നിങ്ങൾ നേരിട്ട് വരാം. താല്പര്യമുള്ളവർ വരാം. പിന്നെ എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിലാണ് നമ്മുടെ ഇത് ഷോറൂം വരുന്നത്. എല്ലാവരും ദൂരെ നിന്ന് വിളിച്ചിട്ട് വരാനുള്ള ബുദ്ധിമുട്ടും പിന്നെ നമുക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാൻ പറ്റും. അവർ ഓക്കെ ആണെങ്കിൽ വണ്ടി കാണാതെ അഡ്വാൻസ് ചെയ്യാൻ ഒരുപാട് പേര് വിളിക്കാറുണ്ട്. NRIs വിളിക്കാറുണ്ട്. ഞാൻ പറയാം, ഒരാൾ വന്ന് വണ്ടി കണ്ടോ വന്ന് കണ്ടിട്ട് ചെയ്യാനാണ് ഞാൻ പറയാറുള്ളൂ. ഒരു വണ്ടിയും ഇതുപോലെ അങ്ങനെ ചെയ്തിട്ടില്ല. പേയ്മെന്റ് തന്ന് നമ്മൾ വണ്ടി ഡെലിവറി ചെയ്യാം, നോ പ്രോബ്ലം. നമുക്ക് എത്തിച്ചു കൊടുക്കണമെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഒരാൾ ഇൻസ്പെക്ഷൻ ചെയ്തിട്ട് വണ്ടി എടുത്താൽ മതി. നമ്മുടെ വണ്ടികൾ നമ്മൾ അതിന് വേണ്ടി എല്ലാവരും കാണിക്കാൻ തയ്യാറായിട്ട് നമ്മൾ നിൽക്കുന്നത്. ചെക്ക് ചെയ്യിക്കാം, നോ പ്രോബ്ലം. അപ്പോൾ വരിക, വണ്ടി എടുക്കുക. ഈ പറഞ്ഞ പോലെ ഓൾ കേരള ഡെലിവറി ഉണ്ട്. ഫിനാൻസ് ഓൾ കേരള ചെയ്യാൻ പറ്റും. എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ടോ? എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഫ്ലഡ്, മേജർ ആക്സിഡന്റ്, കിലോമീറ്റർ ജെനുവിറ്റി, ഇത് മൂന്നും നമ്മൾ ഗ്യാരണ്ടി കൊടുത്ത് തന്നെയാണ് ചെയ്യുന്നത്.
അങ്ങനെയുള്ള വണ്ടികൾ എടുക്കില്ല. അതാണ് അതിനകത്ത്. അപ്പൊ എക്സ്ചേഞ്ച് ഉള്ള വണ്ടികൾ ഇതേപോലെ ഉള്ള വണ്ടികളാണെങ്കിൽ റീപ്ലേസ്മെന്റ്സ് ഉള്ളത് കുഴപ്പമില്ല. അത് നമ്മൾ പറഞ്ഞു തന്നെ കൊടുക്കുള്ളൂ. ഇപ്പൊ ഞാൻ ഇവിടെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എന്ത് റീപ്ലേസ്മെന്റ്സ് ഉണ്ടോ അത് നമ്മൾ പറഞ്ഞു തന്നെ തരുള്ളൂ. അതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. വണ്ടി വിൽക്കാനുണ്ടെങ്കിലും ധൈര്യമായിട്ട് വിളിക്കാം. തീർച്ചയായും. അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഷോറൂമിന്റെ ലൊക്കേഷൻ, കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ വേറെ നമ്മുടെ ഫുൾ ടാങ്ക് ഇന്ധനം അതിന്റെ ഓഫർ വരുന്നത് ഈ മാസം 2026 മെയ് 31 വരെയാണ്. അതിനുള്ളിൽ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും നേരിട്ട് വിളിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അല്ലേ ക്യാമറാമാൻ? അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.